ശ്രീ സതീഷ് ഗോപി സാർ, ഒരു ഒറ്റ മിനിറ്റിൽ, ക്രൂരതയാണെന്നറിയാം എങ്കിലും ഒരു ഒറ്റ മിനിറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് കേരളം എങ്ങനെ തയ്യാറെടുക്കണം? ഇൻഫ്രാസ്ട്രക്ചർ വൈസ് കേരളം തയ്യാറെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ: സിംഗപ്പൂരിനെ മാതൃകയാക്കണം. സിംഗപ്പൂർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ 1/3 ഉള്ളൂ. തിരുവനന്തപുരം ജില്ലയുടെ 1/3 വിസ്തൃതിയുള്ള സിംഗപ്പൂർ, അവിടുത്തെ ജനസംഖ്യ 58.5 ലക്ഷം, തിരുവനന്തപുരം സിറ്റിയിലെ ജനസംഖ്യ 10 ലക്ഷം, ജില്ലയിലെ ജനസംഖ്യ 25 ലക്ഷം. അവിടെ സിംഗപ്പൂരിൽ 10 ആൾക്കാരെ എടുത്താൽ 7 പേർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പോർട്ടുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നു. ബാക്കി 3 പേർ വൃദ്ധന്മാരോ കുട്ടികളോ ആണ്. ലോകത്തിലെ നല്ല സമ്പദ്ഘടനയുള്ള സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നു സിംഗപ്പൂർ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയുടെ 1/3 മാത്രം വിസ്തൃതിയുള്ള ആ രാജ്യം. അത് നമ്മൾ മാതൃകയാക്കി എടുക്കണം. നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ 10 നോട്ടിക്കൽ മൈൽ അകലെ കൂടെ ആ ഉള്ള അന്താരാഷ്ട്ര ചാനലിലൂടെ, ഷിപ്പിംഗ് ചാനലിലൂടെ 200 കപ്പലുകൾ പോകുന്നതിൽ പകുതിയിലേറെ കപ്പലുകളും സിംഗപ്പൂർ പോർട്ടിലാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലേക്ക് അവ ആകർഷിക്കപ്പെടണം. നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ ഒരു തുറമുഖം ഉണ്ടാക്കി വെച്ച് ഇത് ഫുള്ളി ഫങ്ഷണലാകുമ്പോൾ, നേരത്തെ പിന്നീട് ശ്രീ നാണു വിശ്വനാഥൻ അദ്ദേഹം പറഞ്ഞ പോലെ ഇവിടെ കാർഗോ വരണം, ഇവിടുന്ന് കാർഗോ പോകണം. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ നൽകേണ്ടത്? ഈ രാജ്യം ഭരിക്കുന്ന ഈ കേരളം ഭരിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികളും. ഇവിടെ ഒരൊറ്റ ചോദ്യം സന്ദീപ് അജസ്പേട്. സന്ദീപ്, കൃത്യം 1 മിനിറ്റേ ഉള്ളൂ. എന്ത് ചെയ്യണം പൊളിറ്റിക്കലി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, കാര്യം ഇനി അങ്ങോട്ടുള്ള ഓരോ ചുവടിൻ്റെയും തുടർ ചർച്ചകളുടെ നാന്ദി മാത്രം, ട്രെയിലർ മാത്രം എന്ന് ഞാൻ പറയും. നമുക്ക് ഏതാണ്ട് 1 മണിക്കൂർ കിട്ടിയെങ്കിൽ പൊളിറ്റിക്കലി എന്ന് വേണം. ശ്രീ സന്ദീപ്, എന്നുള്ളത് ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന വൻകിട പദ്ധതികളാണ് നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികളിലേക്ക് മുതൽ മുടക്കാൻ വരുന്ന ആൾക്കാരെ വിരട്ടി ഓടിക്കാതെ, ഭീഷണിപ്പെടുത്താതെ, അവരെ അവമതിക്കാതെ, അവഹേളിക്കാതെ, അവർക്ക് പണം ഉണ്ടായിക്കോട്ടെ, ആ പണം കൊണ്ട് കേരളത്തിന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാവുക. നിങ്ങളുടെ മനസ്ഥിതി മാറുക. എന്തിൻ്റെയും മുൻപിൽ പിടിക്കുന്ന ചെങ്കൊടി മാറ്റി, ഈ അപായ കൊടി മാറ്റി വെച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിന് പച്ചക്കൊടി കാണിക്കാൻ, ജനങ്ങളുടെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായാൽ കേരളം രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.